നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ UDF കടുത്ത ആത്മവിശ്വാസത്തിലാണ്. ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഭൂരിപക്ഷം 20,000 കവിയുമെന്നാണ് ഇപ്പോൾ UDF പ്രവർത്തകർ പറയുന്നത്. തിങ്കളാഴ്ച വോട്ടെണ്ണി കഴിയുമ്പോൾ, ഏതാണ്ട് വോട്ടെണ്ണി 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയം ആഘോഷിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളുമായാണ് UDF പ്രവർത്തകർ ഇപ്പോൾ നിലമ്പൂരിൽ തമ്പടിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗ് അണികളും കോൺഗ്രസ് അണികളും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കും ഇത്തരത്തിൽ ഒരു വൻ വിജയം ഉണ്ടാവുക എന്ന് കോൺഗ്രസ് നേതാക്കളും ലീഗ് നേതാക്കളും സൂചന നൽകിയിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് ഓരോ വീടും കയറിയിറങ്ങി പ്രവർത്തിച്ച കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും സീനിയർ നേതാക്കളുടെ ഇടപെടലുകളും പ്രവർത്തകരെ ഏകോപിപ്പിക്കാൻ അവർ കാണിച്ച ഔത്സുക്യവുമെല്ലാം UDFന് വാനോളം പ്രതീക്ഷകൾ നൽകുകയാണ്. PK കുഞ്ഞാലിക്കുട്ടിയും ചാണ്ടി ഉമ്മനും രമേശ് ചെന്നിത്തലയും അടൂർ പ്രകാശുമൊക്കെ വീടുകൾ കയറിയിറങ്ങുന്നത് ഒരുപക്ഷെ കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ, പ്രത്യേകിച്ച് UDFൻ്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇത് ആദ്യമായിരുന്നു. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അതീവ നിർണായകമായിരുന്നു. നിലമ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചില്ലെങ്കിൽ അടുത്ത തവണ ഭരണം ലഭിക്കില്ല എന്ന് മുസ്ലിം ലീഗിന് നന്നായി അറിയാം. അടുത്ത തവണ ഭരണം ലഭിച്ചില്ലെങ്കിൽ ലീഗ് 2-3 പാർട്ടികളായി പിളരുന്ന അവസ്ഥയുണ്ടാവും. എന്ന് വച്ചാൽ ലീഗിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായിരുന്നു നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കേണ്ടത്. ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ മുസ്ലിം ലീഗാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലീഗ് അണികളെ ഉത്തേജിപ്പിക്കാൻ PK കുഞ്ഞാലിക്കുട്ടി തന്നെ ദിവസങ്ങളോളം അവിടെ തമ്പടിച്ച് നേരിട്ട് ഇറങ്ങുകയായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ സ്വാധീന പ്രദേശങ്ങളിലെല്ലാം തന്നെ PK കുഞ്ഞാലിക്കുട്ടി നേരിട്ട് വീടുകൾ കയറിയിറങ്ങുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സീനിയർ നേതാക്കളെല്ലാവരും, ചാണ്ടി ഉമ്മനെ പോലെയുള്ള യുവ നേതാക്കളും ഓരോ വീടും കയറിയിറങ്ങി കോൺഗ്രസിന് സമാഹരിക്കാൻ കഴിയുന്നത്ര വോട്ടുകൾ സമാഹരിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം പറയുന്നത്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച വോട്ടെണ്ണി തുടങ്ങുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിൻ്റെ ആധികാരികമായ വിജയം നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയുമെന്നാണ് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് നമ്മളോട് പറഞ്ഞത്. കോൺഗ്രസിൻ്റെ ഈ കടുത്ത ആത്മവിശ്വാസം ഇപ്പോൾ വലിയ ഒരു പ്രതീക്ഷയാണ് അവർക്ക് നൽകുന്നത്. കേരളത്തിൽ UDFലും കോൺഗ്രസിലും നിലമ്പൂരിലെ ഉണ്ടാകാൻ പോകുന്ന വിജയം, അല്ലെങ്കിൽ നിലമ്പൂരിൽ ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്ന വിജയമായിരിക്കും ഇനി വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ UDFനെയും കോൺഗ്രസിനെയും മുന്നോട്ട് നയിക്കുക. CPM മേഖലകളെല്ലാം തന്നെ ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായി പോളിംഗ് നടന്നുവെന്നും PV അൻവർ പിടിക്കുന്ന വോട്ടുകളെല്ലാം M സ്വരാജിൻ്റെ വോട്ടുകളായിരിക്കുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം തീർച്ചയാക്കിയിരിക്കുന്നത്. എല്ലാ എല്ലാ പഞ്ചായത്തുകളിലെയും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെയും കണക്കുകൾ UDF നേതൃത്വം ഇപ്പോൾ വ്യക്തമായി എടുത്തു കഴിഞ്ഞു. CPM നേതൃത്വം പറയുന്നത് കഷ്ടിച്ച് 3000 വോട്ടിന് സ്വരാജ് ജയിച്ചേക്കാമെന്ന് മാത്രമാണ്. യാതൊരു ആത്മവിശ്വാസവും CPM നേതൃത്വം ഇക്കാര്യത്തിൽ പ്രകടിപ്പിക്കുന്നില്ല. 3000 വോട്ടിന് ഒരുപക്ഷെ സ്വരാജ് ജയിച്ചു കയറാനുള്ള സാധ്യതയുണ്ടെന്ന് മാത്രം CPM പറയുമ്പോൾ അവർ എത്ര കണ്ട് ഹതാശരാണ് ഇക്കാര്യത്തിലെന്നാണ് UDF നേതാക്കൾ ചോദിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയുടെയും മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെയും സംയുക്തമായ വിജയമായിരിക്കും നിലമ്പൂരിൽ തിങ്കളാഴ്ച കാണാൻ പോവുക എന്നാണ് ഇപ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ട ചില UDF നേതാക്കൾ പറഞ്ഞത്. 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ആര്യാടൻ ഷൗക്കത്തിനുണ്ടാകുമെന്ന അവസാന കണക്ക് കൂട്ടലിലാണ് UDF കേന്ദ്രങ്ങൾ പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും ഓരോ വാർഡുകളും കേന്ദ്രീകരിച്ച് കൃത്യമായ തങ്ങൾക്ക് ലഭിച്ച വോട്ടുകളുടെ എണ്ണം ഏറെക്കുറെ ഏകദേശം കണക്ക് കൂട്ടി നോക്കിയിട്ടുണ്ട്. ഇന്നലെയോടെ, ശനിയാഴ്ച രാവിലെയോടെ ഏകദേശ കണക്കുകൾ UDF നേതൃത്വത്തിൽ ലഭിച്ചു. ആ കണക്കുകൾ വിശകലനം ചെയ്താണ് അവർ പറഞ്ഞത് 20,000 വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷം ആര്യാടൻ ഷൗക്കത്തിന് നിലമ്പൂരിൽ ഉണ്ടായിരിക്കുമെന്ന്. അതേസമയം ഇതുപോലെ കണക്കുകൾ അനലൈസ് ചെയ്തുകൊണ്ട്, വിശകലനം ചെയ്തുകൊണ്ട് CPM നേതൃത്വം പറയുന്നത് M സ്വരാജ് 3000 വോട്ടിന് ജയിച്ചേക്കാമെന്നാണ്. CPMൻ്റെയും UDFൻ്റെയും ആ കണക്കുകൾ തമ്മിലുള്ള അന്തരം എടുത്തു നോക്കുമ്പോൾ നമ്മൾക്കൊരു കാര്യം വ്യക്തമാകുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന UDFൻ്റെ അവകാശവാദം ഏറെക്കുറെ ശരിയാണെന്നാണ്.